Hello friends, welcome to Appz corner. ഇന്ന് നമുക്ക് ടൊമാറ്റോ വെച്ചിട്ട് റോസ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ചിലപ്പോൾ മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാൽ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനായിട്ട് നമുക്കൊരു ടൊമാറ്റോ എടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലെ ഭാഗം നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. ഇനി ഈ മുറിച്ച ഭാഗത്തിൻ്റെ സൈഡിൽ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ തൊലിയൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് കട്ടായി പോകാൻ പാടില്ല. അപ്പോൾ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ് ചെറുതായി പോകും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ സൈഡ് കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ തിരിച്ച് കൊണ്ടുവരാം. അപ്പോൾ വളരെ പതുക്കെ ക്ഷമയോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് പൊട്ടാതെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ മുറിക്കുമ്പോൾ ഷേപ്പൊന്നും ഇല്ലയെന്നുണ്ട് വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് മുറിച്ചെടുക്കാം. ഈ ലാസ്റ്റ് പോർഷൻ കൂടി നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു റിബൺ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ് ഫ്ലവർ എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് മുറിച്ച ഭാഗം ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി വെച്ചൊന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇനി ഇത് മുകളിലെ പോർഷൻ നമുക്കൊന്ന് വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചുരുട്ടുന്ന സമയത്ത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കൈയൊന്ന് മുകളിൽ പ്രസ് ചെയ്തതിന് ശേഷം ഫുൾ പോർഷൻസ് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഈ ലാസ്റ്റ് പോർഷൻ നമുക്ക് ഇതിൻ്റെ അടിയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി സൈഡൊക്കെ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ തന്നെ ടൊമാറ്റോ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി തന്നെ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് നമുക്കൊരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ഇതിനോട് നമ്മൾ ജോയിൻ ചെയ്ത് ഒന്നുകൂടി ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസും സെയിം ലെവലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ആദ്യം കട്ട് ചെയ്ത പോർഷനായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു പൂവിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഈ ടൊമാറ്റോയുടെ ബാക്കിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇരിക്കാത്തത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ടൈപ്പ് ഫ്ലവേഴ്സും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെയും ബൈ.